നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കോൺഗ്രസ് എം എൽ എ ശ്രീ VT ബൽറാമാണ് ഇന്ന് അതിഥി. സ്വാഗതം. കോൺഗ്രസിന് 14 ജില്ലകളിലും പുതിയ നേതൃത്വം വന്നിരിക്കുകയാണ്. താരതമ്യേന യുവാക്കളായ ആളുകൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ അതിനെ നയിക്കാൻ എത്തുകയാണ്. കോൺഗ്രസിലെ തലമുറ മാറ്റം എന്നുള്ള പ്രക്രിയ പൂർത്തിയായോ? വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ്. പുതിയ 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തീരുമാനിച്ചപ്പോൾ അതിൽ യുവത്വത്തിന്, ഫ്രഷ്നെസ്സിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം ലഭിച്ചു എന്നുള്ളതിൽ വലിയ രീതിയിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് കോൺഗ്രസിൻ്റെ തലമുറ മാറ്റം വേണം, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ കോൺഗ്രസിലേക്ക് നേതൃത്വതലത്തിലേക്ക് കടന്നു വരണം എന്നുള്ളത്. അതിപ്പോൾ DCC പ്രസിഡന്റുമാരുടെ നിയമനത്തിലൂടെ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് അവസാനിക്കില്ല. അടുത്ത ഘട്ടം എന്നുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നിർണായകം. അതായത് പാർട്ടിയെ സംസ്ഥാനത്ത് നയിക്കാൻ ഇപ്പോഴുള്ള തലമുറ മാറി പുതിയൊരു തലമുറ വരുമോ എന്ന ചോദ്യം പല ആളുകളുടെ മനസ്സിലും ഉണ്ടാകും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്കല്ല, ഒരു ടീം ഓഫ് ലീഡർഷിപ്പാണല്ലോ നമുക്കെപ്പോഴും വേണ്ടത്. ആ നിലയ്ക്ക് ഒരു പുതിയ ടീം കടന്നു വരുന്നു എന്നുള്ളതാണ്. KPCC പ്രസിഡന്റ് ഇപ്പോൾ ഒരു വ്യക്തി നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും കീ പോസ്റ്റുകളിലേക്ക് മാത്രം എന്നുള്ളതല്ല, മറിച്ച് ഞാൻ മുകളിലേക്കുള്ള അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതലായിട്ട് കാണുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുണ്ട്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുണ്ട്. അവിടങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ സന്നദ്ധമായിട്ട് മനസ്സോടുകൂടി കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം കിട്ടണം എന്നുള്ളതാണ്. സാധാരണ നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയങ്ങളിൽ ആവർത്തിക്കുന്ന ചില വാക്കുകളുണ്ട്. കടൽ കിഴവന്മാർ, പുത്രന്റെ യൗവനം കടമെടുത്ത യയാതിമാർ എന്നൊക്കെ. ഇനി യൂത്ത് കോൺഗ്രസിന് അത് പറയേണ്ടി വരാത്ത വിധത്തിൽ കോൺഗ്രസ് ഒരു പുനരുജ്ജീവനം ആ ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഏതാണ്ട് ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പഴയ ഒരു മനോഭാവവും കാഴ്ചപ്പാടും പ്രവർത്തന ശൈലിയൊന്നും ഇനി അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് നേതൃത്വത്തിന് തന്നെ വന്നിട്ടുണ്ട്. രാഷ്ട്രീയം പറഞ്ഞാൽ കേരളത്തിൽ ചലച്ചിത്രോത്സവം അതിൻ്റെ പരിസമാപ്തിയിലെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ആവർത്തിച്ച് കേട്ട ഒരു ആക്രോശം, കേരളത്തിലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പാകിസ്ഥാനിലേക്കോ ഏതെങ്കിലും അറബ് രാജ്യത്തേക്കോ നാട് കടത്തണം എന്നാണ്. അങ്ങനെ ഭീഷണമായ ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെ ഒരു ആക്രോശം കേരളത്തിൽ മുഴങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടും എന്താണ് കോൺഗ്രസ് പോലെ ഒരു പാർട്ടി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവുമില്ലാതെ മഹാമൗനത്തിലാണ്ടുപോയത്? എന്തുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും ഇല്ലാത്തത് താങ്കളുടെ ഭാഗത്ത് നിന്ന് പോലും? അല്ല, ഞാൻ ഈ ദേശീയഗാന വിവാദത്തെക്കുറിച്ച് ആദ്യം തന്നെ പ്രതികരിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അത് കോടതി വിധി വന്നപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. അന്ന് നമ്മളിപ്പോൾ ആളുകൾ ആശങ്കപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് നടന്നു വരുന്നത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിന് നേരെ ഉണ്ടായിട്ടുള്ള ഒരുതരം വ്യക്തിപരമായിട്ടുള്ള ആക്രമണം, കമലിൻ്റെ മതപരമായിട്ടുള്ള സ്വത്വത്തെ ആക്രമിക്കുന്ന തലത്തിലേക്ക് അത് മാറുകയാണ്. ഈ സംഘപരിവാറിന് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള അജണ്ടയാണ്. നമുക്കറിയാം. അവിടെ എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞൊരു വിമർശനം വാലിഡാണ്. കോൺഗ്രസ് നേതൃത്വം ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി സമയോചിതമായി ഇടപെടൽ നടത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും സംഘപരിവാർ വർഗീയതയെ അതിനെ ആശയപരമായി തുറന്നു കാട്ടുന്നതിൽ കോൺഗ്രസ് അടക്കമുള്ള മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട്. കമൽ എന്ന ആൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, കഴിഞ്ഞ 3-3.5 പതിറ്റാണ്ടായിട്ട് മലയാളിയുടെ പൊതുബോധത്തെ സ്വാധീനിച്ച ചലച്ചിത്രകാരൻ എന്നുള്ള നിലയിൽ കൂടി കേരളത്തിൽ ഐഡന്റിറ്റി ഉള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മതപരമായ ഐഡന്റിറ്റി കൊണ്ട് അറിയപ്പെടുന്ന ആളെയല്ല, പക്ഷെ കൃത്യമായി ആ ഐഡന്റിറ്റിയിലേക്ക് നോക്കി അസ്ത്രങ്ങൾ എയ്തു വിടുന്ന ഒരു സാഹചര്യത്തിൽ കേരളം വളരെ നിസ്സംഗമായി ഏതോ ഒരു ചലച്ചിത്രമേളയുടെ പേരിൽ എന്തോ ചില അസ്വാരസ്യങ്ങൾ നടക്കുന്നു എന്ന മട്ടിൽ മാത്രം കാണുന്നത് ഭയപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞു, വളരെ ആശങ്കാകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒരു അപരത്വത്തെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളത്, ഒരു സാങ്കല്പിക ശത്രുവിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഫാഷിസം ലോകത്തെല്ലായിടത്തും അനുവർത്തിച്ചിട്ടുള്ള അവരുടെ സ്ഥിരം തന്ത്രമാണ്. ഹിറ്റ്ലറാണെങ്കിൽ അത് ജൂതന്മാരെയാണ് സൃഷ്ടിച്ചെടുത്തത്. ആ നിലയിൽ പ്രത്യേകമായിട്ട് അവരാണ് ഈ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദികൾ എന്ന നിലയിൽ ഒരു പ്രതീതി ജനിപ്പിച്ചത്. ഇവിടെ സംഘപരിവാരം വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയുമാണ് ആ നിലയിൽ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ കാരണമെന്ന് മനസ്സിലാക്കുന്ന കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹം പൊതുവിലും ഈ വിഷയത്തിൽ കമലിനോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് കേവലം കമലിൻ്റെ മാത്രം വിഷയമല്ലല്ലോ. ഇതേ തരത്തിലുള്ള ഒരു അന്തരീക്ഷം, ഒരു പൊതുബോധ നിർമ്മിതി വളരെ ആസൂത്രിതമായി നടക്കുന്നുണ്ട്. അതിനെ തിരിച്ചറിയാൻ, അതിനെ എങ്ങനെ ജാഗ്രതയോടുകൂടി വീക്ഷിക്കണം എന്ന് മനസ്സിലാകാതെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ കേവലം ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് ചുരുങ്ങുന്നില്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉയർന്നു വന്നതല്ല യഥാർത്ഥത്തിൽ. സംഘപരിവാറിനെ സംബന്ധിച്ചോളം അവർ ഈ നുണകളും അർത്ഥസത്യങ്ങളും ആസൂത്രിതമായി ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു ശീലം കഴിഞ്ഞ കുറേ കാലമായിട്ട് തുടരുകയാണ്.
ഞങ്ങളെപ്പോലുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഘപരിവാറിൻ്റെ ചില ഇത്തരത്തിലുള്ള അജണ്ടകളെ തുറന്നു കാട്ടാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടുണ്ട്. താങ്കൾ തന്നെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു, ചില മുതിർന്ന നേതാക്കൾ തൊട്ട് ക്യാമ്പസുകളിലെ KSUക്കാർ വരെ സംഘപരിവാർ സൗഹൃദത്തിലെ അപകടങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന കേരളത്തിലെ കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും ശക്തമായ തിരുത്തൽ പ്രക്രിയയാകും ഇത് എന്ന് ഒരു ടിപ്പു സുൽത്താൻ അനുസ്മരണത്തെ പരാമർശിച്ച് പറഞ്ഞതാണ്. അങ്ങനെ മുതിർന്ന നേതാക്കൾ പോലും സംഘപരിവാർ സൗഹൃദത്തിൽ വീണു പോകേണ്ട എന്ത് സാഹചര്യമുണ്ട് കേരളത്തിൽ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് അത്തരത്തിലുള്ള ആളുകൾ വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങളെ കാണുന്നില്ല എന്നുള്ള ഒരു തുറന്ന വിമർശനം തന്നെയാണ് എനിക്കുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലൊരു കോൺഗ്രസിന് രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുന്ന ആളുകൾ ഇത്തരം നിലപാടുകളിലൂടെ, നടപടികളിലൂടെ, തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സംഘപരിവാർ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിൽ സ്വയം പ്രതിഷ്ഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരിലൂടെ പൊതുസമൂഹം കോൺഗ്രസിനെ തെറ്റായ രീതിയിൽ നോക്കിക്കാണുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ എന്നതൊക്കെ പരിശോധിക്കാനും ഇടപെട്ട് ഓരോ ഘട്ടങ്ങളിലും വേണ്ട തിരുത്തൽ നിർദ്ദേശങ്ങൾ നൽകാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറായി കടന്നു വരണം എന്നുള്ളതാണ് എൻ്റെ വിമർശനം. പുരോഗമനപരമായ നിലപാടുകൾ എടുക്കാൻ പല വിഷയങ്ങളിലും പലതരം കാരണങ്ങളാൽ പലതരം കമ്മിറ്റ്മെൻറ്റുകളായിരിക്കാം. ഒരുപക്ഷെ ജാതി സംഘടനകളുമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പല നേതാക്കളുമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് പുരോഗമനപരമായ നിലപാടുകൾ എടുക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ച് വിവിധ സാമൂഹിക വിഷയങ്ങൾ വരുമ്പോൾ? ചില വിഷയങ്ങളിൽ ഈ അഭിപ്രായം എനിക്കും തോന്നാറുണ്ട്. പക്ഷേ അഭിപ്രായങ്ങൾ സ്വാഭാവികമായി തന്നെ നമ്മുടെ ഓരോ വീക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ. പൊതുവിൽ പറയുകയാണ്, ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലത്തെ ഈ DCC പുനഃസംഘടന തന്നെ എല്ലാ മതവിഭാഗങ്ങളെയും പരിഗണിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സോഷ്യൽ ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ജാതി നേതാവിൻ്റെ പോലും നോമിനി ആയിട്ടല്ല അത്തരത്തിലുള്ള ആളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി ഇതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ VT ബൽറാം സംഘപരിവാർ രാഷ്ട്രീയത്തെ രൂക്ഷമായി വിമർശിക്കുന്നു, വ്യക്തിപരമായ ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. സമാനമായ സമീപനം മുസ്ലിം മതമൗലികവാദത്തോട് പുലർത്തുന്നുണ്ടോ? എല്ലാത്തരം വർഗീയതകളെയും നമ്മൾ ഒരേപോലെ തന്നെയാണ് കാണുന്നത്. ആ നിലയിൽ ഹിന്ദുത്വ വർഗീയതയും ഇസ്ലാമിക വർഗീയതയും ഒരേപോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇസ്ലാമിക വർഗീയത അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫയബിൾ ആണ്. അതിന് പരമാവധി പോയാൽ ഒരുപക്ഷെ ഭീകരവാദമാവാനേ പറ്റുള്ളൂ. അപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റേറ്റ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് അതിനെ അതിശക്തമായി തന്നെ നമുക്ക് അടിച്ചമർത്താൻ പറ്റും. പക്ഷേ ഹിന്ദുത്വ വർഗീയത എന്ന് പറയുന്നത് ഇന്ത്യയുടെ അധികാരം പിടിച്ചടക്കാൻ കഴിയുന്ന തരത്തിൽ ഭീമാകാരം പൂണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നമൊന്നും ഇക്കാര്യത്തിലില്ല. ഒരു അങ്ങനെ തൂക്കം ഒപ്പിച്ച് വിമർശിക്കേണ്ടതല്ല. രണ്ടും രണ്ട് രീതിയിൽ തന്നെ കാണേണ്ടതാണ്. ഒന്നിനെ വിമർശിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റതിനെ അംഗീകരിക്കുക എന്നുള്ളതല്ല. ഒരുപക്ഷെ അത് ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പരിശോധിച്ചുകൊണ്ട് കൂടുതൽ എതിർക്കേണ്ടതിനെ കൂടുതലായിട്ട് എതിർക്കുക എന്നുള്ളതേ ഉള്ളൂ. ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ഇന്ത്യയിൽ ഭരണകൂടാധികാരം പിടിക്കാൻ കഴിയില്ല എന്ന കോണ്ടെക്സ്റ്റ് മാറ്റിവെച്ചേക്കൂ. ഒരു ജനസമൂഹം വർഗീയവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാത്രമായി എടുത്താൽ അത്തരത്തിലുള്ള വർഗീയ അജണ്ടകൾ വരുമ്പോൾ അതിപ്പോൾ മുസ്ലിം പക്ഷത്ത് നിന്ന് മുന്നോട്ട് വെച്ചാലും ഹിന്ദു പക്ഷത്ത് നിന്ന് മുന്നോട്ട് വെച്ചാലും ക്രിസ്ത്യൻ പക്ഷത്ത് നിന്ന് മുന്നോട്ട് വെച്ചാലും അതിനെ ചെറുക്കേണ്ടേ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ മതേതര ജനാധിപത്യ പാർട്ടികൾക്ക് പലപ്പോഴും പറ്റുന്ന ഒരു പെശകായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഒരു സമൂഹത്തിനെ സമുദായത്തിനെ മൊത്തത്തിൽ അഡ്രസ്സ് ചെയ്യാൻ അവർ ശ്രമിക്കാറില്ല. അതിന് പകരം ആ സമുദായ നേതൃത്വം എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെ പ്രീണിപ്പെടുത്താനാണ് പലപ്പോഴും നോക്കാറുള്ളത്. ആ സ്ട്രാറ്റജി മാറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിന് പുരോഗമനപരമായ നിലപാടുകൾ പല ഘട്ടങ്ങളിലും പല വിഷയങ്ങളിലും എടുക്കാൻ കഴിയാതെ പോകുന്നില്ലേ? ഒരു ഉദാഹരണം ഞാൻ പറയാം. മുത്തലാഖ്. കേരള ഹൈക്കോടതിയാണ് ഏറ്റവും ഒടുവിൽ അതേക്കുറിച്ചൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതിയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി. സുപ്രീം കോടതിയിൽ കേസുകൾ പെൻഡിംഗ് ആണ്. ആ വിഷയത്തിലടക്കം ഈ മതയാഥാസ്ഥിതികത്വത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനല്ലേ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾക്ക് കഴിയുന്നുള്ളൂ? അത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഞാൻ സിവിൽ കോഡ് പരിഷ്കരണങ്ങളെ അംഗീകരിക്കുന്ന ആളാണ്. സിവിൽ കോഡുകൾ പരിഷ്കരിക്കപ്പെടണം എന്നുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായമുള്ള ആളാണ്. ആര് ആ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകും എന്നുള്ള ചോദ്യമാണ് രണ്ടാമതായിട്ട് വരുന്നത്. പ്രത്യേകിച്ചും അറിയാലോ, സംഘപരിവാർ ഇത്തരം ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ, ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സ്വാഭാവികമായി തന്നെ ആശങ്കകൾ ഉണ്ടാക്കും ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിലും മറ്റ് മതസംഘടനകൾക്കിടയിലും. ആ ആശങ്കകൾ ന്യായവുമാണ്. ആ ആശങ്കകൾ ഒറ്റയടിക്ക് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നമുക്ക് മുൻ അനുഭവങ്ങളുണ്ട്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് നിയമ കമ്മീഷന്റെ എൻക്വയറിയുടെ ഭാഗമായിട്ടുള്ള ചില ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് വരും എന്ന അവസ്ഥ ഇല്ലല്ലോ. അതിനപ്പുറത്ത് നിലവിലുള്ള വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കുന്നത് പോലും
ഈ സംഘപരിവാർ പേടി പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അങ്ങനെയുള്ള ഒരു പരിഷ്കരണ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്ന ശൈലി ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണ് പറഞ്ഞത്, പരിഷ്കരിക്കപ്പെട്ടേ മതിയാകൂ. അത് പരിഷ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏകീകരിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും ബേസ് എന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത്. അതാണ് ഈ ആശങ്ക ഉയർത്തുന്നത്, എന്തിനോടാണ് ഏകീകരിക്കുന്നത് എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഹിന്ദു വർഗീയതയോടും മുസ്ലിം വർഗീയതയോടും എന്ത് സമീപനം എന്നുള്ള വിഷയത്തിൽ ഒരു ബാലൻസിങ്ങിനില്ല VT ബൽറാം. ഈ ഇരവാദത്തിന് കുറച്ചുകൂടി സംശയത്തിൻ്റെ ആനുകൂല്യം നൽകാൻ തയ്യാറാണ് എന്ന് വരുമ്പോൾ താങ്കൾ ആ പക്ഷത്തുള്ള മതമൗലികവാദികൾക്ക് കൂടുതൽ പ്രിയങ്കരനായി മാറില്ലേ? താങ്കളുടെ നിരീക്ഷണം മാത്രമാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് ഒരേപോലെ തൂക്കമൊപ്പിക്കേണ്ടതല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ഇതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് വ്യത്യസ്തമാണ്, രണ്ടിൻ്റെയും ഇമ്പാക്റ്റ് വ്യത്യസ്തമാണ്, രണ്ടിനെയും ഡീൽ ചെയ്യേണ്ട സ്ട്രാറ്റജിയും വ്യത്യസ്തം തന്നെയാണ്. ഒരു ഭാഗത്ത് സ്റ്റേറ്റിൻ്റെ എല്ലാ സന്നാഹങ്ങളും നമുക്കുണ്ട് ഒരു തരം വർഗീയതയെ ചെറുക്കാനും അതിനെ അടിച്ചമർത്താനും. മറുഭാഗത്ത് സ്റ്റേറ്റ് തന്നെ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സായി മാറുകയാണ്. അപ്പോൾ ഒരു ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ആശയപരമായിട്ട് നമ്മൾ ആ കാര്യങ്ങളെ വിശദീകരിക്കുകയും ആളുകളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ബാലൻസിങ് പറ്റില്ല. ആ ബാലൻസിങ്, ആ അർത്ഥത്തിലുള്ള നിഷ്പക്ഷത എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വേട്ടക്കാരൻ്റെ പക്ഷം പിടിക്കൽ തന്നെ. നിഷ്പക്ഷതയ്ക്ക് വേണ്ടി നിർബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഷ്പക്ഷതയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്നില്ല. ഞാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രത്തിന് സധൈര്യം ബൽറാം എന്നൊരു തലക്കെട്ട് എഴുതാൻ പറ്റും. പക്ഷേ സംഘപരിവാറിന്റെ മുഖപത്രത്തിന് ജന്മഭൂമിക്ക് ഒരിക്കലും അങ്ങനെ ഒരു തലക്കെട്ട് എഴുതാൻ പറ്റില്ലല്ലോ, അങ്ങനെ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ രണ്ട് പത്രങ്ങളിലും എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഞാൻ കെയർ ചെയ്യാറില്ല. അവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് അംഗീകാരം ഉണ്ടാവുന്നതോ വിമർശനം ഉണ്ടാവുന്നതോ എൻ്റെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിൽ സ്വാധീനിക്കുകയില്ല. എൻ്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ ഈ രണ്ട് തരം ഐഡിയോളജീസിനും യാതൊരു സ്വാധീനവുമില്ല. നിലമ്പൂർ ഏറ്റുമുട്ടൽ കൊലപാതകത്തെക്കുറിച്ച് കേരളത്തിൽ ഏറ്റവും അധികം പ്രതികരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളാണ് താങ്കൾ. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരായ രണ്ടുപേരെ കൊന്നുകളഞ്ഞിട്ട് ഫിദൽ കാസ്ട്രോയെ അനുസ്മരിക്കുന്നത് രാഷ്ട്രീയമായ അശ്ലീലമാണ് എന്ന് താങ്കൾ പറഞ്ഞു വെക്കുകയുണ്ടായി. അങ്ങനെ മാവോയിസ്റ്റുകളെ ഇടതുപക്ഷ രാഷ്ട്രീയ അഭിപ്രായം പറയുന്ന ആളുകളായി കാണാൻ എങ്ങനെ കഴിയുന്നു? ഇത് കോൺഗ്രസിൻ്റെ തന്നെ അഭിപ്രായം അതാണ്. ഇവിടെ മാത്രമല്ല, കോൺഗ്രസ് UPA ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്തും മാവോയിസത്തെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമായി മാത്രം കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് UPA ഗവൺമെൻറ്റിൻ്റെയും സ്ട്രാറ്റജി ഉണ്ടായിരുന്നത്, സമീപനം ഉണ്ടായിരുന്നത്. ഇത് കോൺഗ്രസിൻ്റെ നിലപാടാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മാവോയിസമാണ് എന്ന് പാർലമെന്റിൽ പറഞ്ഞത് പി ചിദംബരം ആഭ്യന്തരമന്ത്രിയാണ്. അന്ന് കോൺഗ്രസ് UPA അധികാരത്തിലിരിക്കുമ്പോഴാണ് പറഞ്ഞത്. പി ചിദംബരം ആഭ്യന്തരമന്ത്രിയാകുമ്പോഴാണ് ദണ്ഡകാരണ്യത്തിലും മറ്റും ഏറ്റവും ശക്തമായ മാവോയിസ്റ്റ് വേട്ട നടക്കുന്നതെന്ന് മാത്രമല്ല, കോൺഗ്രസിനാണ് മാവോയിസ്റ്റുകളെ കൊണ്ടുള്ള ഏറ്റവും വലിയ നാശം, PC ശുക്ല അടക്കമുള്ള നേതാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടതും. അപ്പോൾ ഇത് കോൺഗ്രസിന്റെ നിലപാടാണെന്ന് എങ്ങനെ പറയും? ഞാൻ അതാ പറഞ്ഞത്, ശ്രീ ചിദംബരം പറഞ്ഞത് താങ്കൾ പറഞ്ഞതിൽ നിർത്തുകയല്ല അദ്ദേഹം ചെയ്തത്. ഇതൊരു പ്രശ്നമാണ് എന്ന് നമ്മളൊക്കെ അംഗീകരിക്കുകയാണ്. ഏറ്റവും വലിയ ഒരു ഭീഷണിയായി ഇത് വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുകയാണ്. അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് തോക്കുകളിലൂടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ നടപടികളിലൂടെ അല്ല ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് എന്നും മൻമോഹൻ സിംഗ് ആയാലും ചിദംബരം ആയാലും കോൺഗ്രസ് ആയാലും അപ്പോഴൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ നിലയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ മേഖലയിൽ വേണ്ടത്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തത് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. കേരളത്തിൽ ഒരു കമ്പാരിസൺ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ്റും ഇപ്പോഴത്തെ LDF ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വളരെ റെലവൻ്റ് ആണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും മാവോയിസ്റ്റുകൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അവരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടികളാണ് അന്ന് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻകൗണ്ടർ കില്ലിങ്ങുകൾ ഉണ്ടാവുകയാണ്. എൻകൗണ്ടർ എന്ന് വെറും എൻകൗണ്ടർ അല്ല, ഫേക്ക് എൻകൗണ്ടർ ആണ് എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ അകത്തു നിന്ന് തന്നെ, മുന്നണിക്കകത്തുനിന്നും ക്യാബിനറ്റിനകത്തുനിന്നും ശക്തമായിട്ടുള്ള വിമർശനം ഉയർന്നു വരുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും, ഈ കാര്യങ്ങളൊന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ്. അവിടെയാണ് വിമർശനങ്ങൾ ശക്തമാവുന്നത്. മാത്രവുമല്ല, അദ്ദേഹം പോലീസിനെ വളരെ ന്യായീകരിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ്. പോലീസിനെ വിമർശിക്കുന്നത് അവരുടെ മനോവീര്യം കെടുത്തും എന്നുള്ള ഈ വിഷയം റെഫർ ചെയ്തിട്ടല്ല അത് പറയുന്നത്. അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഈ വിഷയം, അതെ, അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് ഒരു സൂചനയും നൽകിയിട്ടില്ല. ഇത് ഇത്രയധികം അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇതിനെക്കുറിച്ച് ഉയർന്നിട്ടും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. ഈ മൗനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഏതാണ്ട് കോണ്ടെക്സ്റ്റിൽ എന്ന നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പോലീസിനെ വളരെ പ്രകടമായിട്ട് ന്യായീകരിക്കുന്നു. പോലീസിൻ്റെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവരുത് എന്ന് അദ്ദേഹം താക്കീത് ചെയ്യുന്നു. അത് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഒരു ഗ്രീൻ സിഗ്നലാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കുപ്പസ്വാമിയുടെ മൃതദേഹം സംസ്കരിക്കുന്ന വേളയിൽ
യൂണിഫോമിലല്ലാത്ത ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ മാൻഹാൻഡിൽ ചെയ്യാൻ അടക്കം വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് കടന്നു വരുന്നത്. ഇക്കാര്യത്തിൽ ഒന്നും കേരളത്തിലെ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. താങ്കൾ ഈ വിഷയത്തോടുള്ള പ്രതികരണം എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം കിം ജോങ് ഉന്നിന്റെ പടത്തോട് സാദൃശ്യമുള്ള വിധത്തിൽ ഫോട്ടോഷോപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ കേരളത്തോട് വിശദീകരിച്ചിട്ടില്ല. പക്ഷേ താങ്കളുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ സുവ്യക്തമായി അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു അക്ഷരം പോലും പറയുന്നതിന് മുൻപ് ഇതൊരു വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകമല്ല എന്ന് പറയുകയും അങ്ങനെ ആരോപിക്കുന്നത് അപക്വമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രി പോലീസ് മന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവാണ് പോലീസിനെ ന്യായീകരിച്ചിട്ടുള്ളത്. ശ്രീ രമേശ് ചെന്നിത്തലയുടെ അക്കാര്യത്തിലുള്ള അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അദ്ദേഹം ആ നിലപാട് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെൻറ്റിനും പോലീസ് മന്ത്രിക്കും സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ ആരും കാണുന്നുമില്ല. മുഖ്യമന്ത്രി പോലീസിന് നല്ല സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല, ഈ വിഷയം സൂചിപ്പിച്ചു. പക്ഷേ പ്രതിപക്ഷ നേതാവ് നൽകുന്നു എന്നുള്ളത് കൗതുകകരമല്ലേ? കൗതുകകരം തന്നെയാണ്. അതാ പറഞ്ഞ അക്കാര്യത്തിലുള്ള വിയോജിപ്പുണ്ട്. അക്കാര്യത്തിൽ ഗവൺമെൻറ്റിന് ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഫീൽ ചെയ്യുന്ന ഒരഭിപ്രായം പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടായത് ദൗർഭാഗ്യകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണ്, ഇത് പ്രതിഷേധാർഹമാണ് എന്ന നിലപാട് എടുത്തിട്ടില്ല. ഈ രണ്ട് അഭിപ്രായത്തോടും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. സുപ്രീം കോടതി മാർഗനിർദ്ദേശപ്രകാരമുള്ള ഒരു മജിസ്റ്റീരിയൽ അന്വേഷണം നടക്കുന്നുണ്ട്, അതാദ്യത്തെ കാര്യം. രണ്ടാമത്, മുഖ്യമന്ത്രി എന്തായാലും ഇത് വ്യാജ ഏറ്റുമുട്ടലല്ല, ജെനുവിനായ ഒരു ഏറ്റുമുട്ടലാണ് എന്ന് പ്രഖ്യാപിച്ച് പൊതുസമൂഹത്തിന് മുൻപിൽ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ശരി, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അതിക്രമം ഉണ്ടായാൽ അതെന്താണ് എന്ന് പരിശോധിക്കപ്പെടുന്നുണ്ട് ഈ സംഭവത്തിലെങ്കിലും എന്ന് കരുതിക്കൂടെ? അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് എന്താണ് അക്കാര്യത്തിലൊരു ക്രെഡിറ്റ് പറയാൻ സാധിക്കുക? അതായത് പറഞ്ഞത്, ഈ മജിസ്റ്റീരിയൽ അന്വേഷണം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുന്നു എന്നതല്ലാതെ കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറാണ്. കാരണം ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചോളം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കേൾക്കുന്ന ഒരു കാര്യമാണ് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത്, അതും ഫേക്ക് എൻകൗണ്ടറുകൾ എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ അതിഗുരുതരമായ ഒരു മനുഷ്യാവകാശ പ്രശ്നം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടാവുകയാണ്. കോൺഗ്രസ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടി ഇതിനെ എങ്ങനെയാണ് സമീപിച്ചത്? 2-3 നേതാക്കൾ അഭിപ്രായം പറഞ്ഞു എന്നതിനപ്പുറത്ത് സംസ്ഥാനത്ത് അതിഗുരുതരമായ ഒരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടായെങ്കിൽ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കേണ്ടേ? പ്രതികരിച്ചില്ലല്ലോ. അതാണ് എനിക്ക് ആശ്ചര്യം തോന്നുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം KPCC പ്രസിഡന്റ് വളരെ ശക്തമായി ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ആദരണീയനായ ശ്രീ VS അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ പരസ്യമായ നിലപാട് സ്വീകരിച്ചു. എന്നാൽ ദൗർഭാഗ്യവശാൽ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വളരെ ന്യായീകരിച്ച് ഇതിനെ കടന്നു വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാവും. ഈ വിഷയങ്ങളിലൊക്കെ താങ്കൾ വളരെ സുവ്യക്തമായി തുറന്ന് താങ്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്, അതിനോട് പ്രതികരണവും വരാറുണ്ട്. അപ്പോൾ ആ പ്രതികരണങ്ങളെ താങ്കൾ അതിൻ്റെ സഹിഷ്ണുതയിൽ, ഇപ്പോൾ കിം ജോങ് ഉന്നിനെ പിണറായി വിജയനായി ചിത്രീകരിക്കാൻ താങ്കൾക്ക് അവകാശമുണ്ട് എങ്കിൽ താങ്കളെ വേറൊരാളായി ചിത്രീകരിക്കാൻ വിമർശിക്കുന്നവർക്കും അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ സഹിഷ്ണുതയോടെ കാണാറുണ്ടോ? എനിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യാറുണ്ട്. പക്ഷേ ഞാനാണ് പറയുന്നത്, കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഞാനാണ് പറയുന്നത് എന്നതിൻ്റെ പേരിൽ മാത്രമായി വിമർശിക്കുന്ന ആളുകളുണ്ട്. അവരെ ഞാൻ 2 രീതിയിലാണ് കൈകാര്യം ചെയ്യാറുള്ളത്. ഒന്നുകിൽ അവരെ ഒഴിവാക്കും, അവരെ ഇഗ്നോർ ചെയ്യും. അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അവർ മോശപ്പെട്ട ഭാഷയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത് എങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കും. അത് എൻ്റെ ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു അസഹിഷ്ണുതയും ഞാനൊരു കാലത്തും കാണിച്ചിട്ടില്ല. അത്തരം വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. താങ്കൾ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയം ഇങ്ങനെ ഒരു പൊതുമണ്ഡല വ്യവഹാരം എന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുന്ന ആളെന്നുള്ള നിലയിൽ ഉപയോഗിക്കേണ്ട ഭാഷ തന്നെയാണോ താങ്കൾ ഉപയോഗിക്കാറ്? അക്കാര്യത്തിൽ ഉത്തരവാദിത്തം കാട്ടാറുണ്ടോ? ഇപ്പോൾ മല്ലു മോദി, ഇരട്ടച്ചങ്കൻ, കൈരേഖ സുരേട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് നല്ല ഭാഷയാണ്. അല്ല, ഓരോ മീഡിയത്തിനും ഓരോ ഭാഷയുണ്ട്. ഇപ്പം നിങ്ങൾ എന്നോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഇതേ ഭാഷയല്ലോ നിങ്ങളുടെ ചാനലിലെ ഹാസ്യ പരിപാടിയിൽ കുറച്ച് കഴിഞ്ഞ രാത്രി 8 മണിക്കോ 9 മണിക്കൊക്കെ കാണിക്കാറുള്ള ഭാഷ. അപ്പോൾ ഓരോ മാധ്യമത്തിനും ഓരോ ഭാഷയുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഷയുണ്ട്. ഒരു പക്ഷേ മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് മീഡിയം മാത്രം കൈകാര്യം ചെയ്ത്
അവസാനം മാത്രം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ആ പഴയ ഭാഷ അവരിങ്ങോട്ടും ക്യാരി ചെയ്യുന്നുള്ളൂ. സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഷ തന്നെയാണ്. പിണറായി വിജയനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ സമാനമായ വിധത്തിൽ താങ്കളും വിമർശിക്കപ്പെടും. അത് എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആകണം എന്നില്ല. കാരണം അത്ര രാഷ്ട്രീയ ബോധമുള്ള ആളുകളായിരിക്കണമെന്നില്ല ഈ വിമർശിക്കുന്നവരും. അങ്ങനെയുള്ള ഒരു ഘട്ടം വരുമ്പോൾ താങ്കൾ ഈ ബ്ലോക്ക് ചെയ്യുക എന്ന സ്ട്രാറ്റജിയിലാണോ? ഈ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അത്തരത്തിലുള്ള ആളുകളുമായിട്ട് യാതൊരു സംവാദവും സാധ്യമല്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരാളെ ബ്ലോക്ക് ചെയ്യുക എന്ന് വെച്ചാൽ അയാളിൽ നിന്ന് രാഷ്ട്രീയ സംവാദത്തിന് ഉതകുന്ന തരത്തിൽ ഒന്നും കിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിലാണ് നമുക്ക് സമയം കളയേണ്ടതില്ല എന്ന് പറയുന്നത്. എന്നാൽ ഇതേപോലെ IT ആക്ടിൻ്റെ ഈ സുപ്രീം കോടതി തന്നെ കരിനിയമം എന്ന് കണ്ട് എടുത്തു കളഞ്ഞ 66A ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തന്നെ ഒരാളെ കേസിന് കൊടുത്ത് കോടതി കയറ്റി ആ രീതിയിൽ മുന്നോട്ട് പോയത്. അപ്പോൾ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല, ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒരാളെയും ആ രീതിയിൽ ഹറാസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നമ്മളുമായിട്ട് രാഷ്ട്രീയ ആശയവിനിമയത്തിന് ഒരു സാധ്യതയുമില്ല എന്ന് ബോധ്യപ്പെടുന്ന ആളുകളെ ഒഴിവാക്കുന്നു എന്നേ ഉള്ളൂ. അതിനെ മറ്റു രീതിയിൽ കാണേണ്ട കാര്യമില്ല. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് പ്രതികരിക്കാം. അങ്ങനെ പ്രതികരണം മുഴുവൻ 100% പക്വതയോടുകൂടി ആകണം എന്നും ഇല്ല. അങ്ങനെ പ്രതികരിച്ച് താങ്കൾ പാർട്ടിയെ വിഷമവൃത്തത്തിലാക്കിയിട്ടില്ലേ? അങ്ങനെ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളൊന്നുമില്ല. ഞാൻ പൊതുവിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് കോൺഗ്രസിൻ്റെ ഒരു കോർ ഐഡിയോളജിയുടെ പുറത്തു നിന്നുകൊണ്ട് തന്നെയാണ്. ചില വിഷയങ്ങളിൽ ഒരു പക്ഷേ പാർട്ടിയിലെ ഏതെങ്കിലും മറ്റു നേതാക്കന്മാർ എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്നത് കവിഞ്ഞ് അങ്ങനെ പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും പ്രത്യയശാസ്ത്രത്തിനും എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ താങ്കൾ അതിനെ സ്വാഗതം ചെയ്തു എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയെ പുകഴ്ത്തുകയും ചെയ്തു. പിന്നീട് അത് പുതുക്കേണ്ടി വന്നു. കാരണം ജനങ്ങളുടെ അനുഭവം മറ്റൊന്നായിരുന്നു. അത് ഞാനല്ല, ഞാൻ ഒരു എക്കണോമിസ്റ്റ് അല്ല. ഒരു സാധാരണക്കാരൻ്റെ വികാരം അതിൽ പങ്കുവെക്കുക എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ ചെയ്തത്. ആദ്യ ദിവസങ്ങളിൽ, ആദ്യ മണിക്കൂറുകളിൽ ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് പൊതുവിൽ തന്നെ വിലയിരുത്തപ്പെട്ടത്. കോൺഗ്രസ് പാർട്ടിയുടെയും ഒഫീഷ്യൽ നിലപാട് അത് തന്നെയായിരുന്നു. ഇതിനെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ചെയ്തത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ നമുക്ക് സംശയം വരികയാണ്. കള്ളപ്പണം ഇല്ലാതാക്കാനോ കള്ളനോട്ട് ഇല്ലാതാക്കാനോ അല്ല ഇവരുടെ ഉദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്കുള്ള യാതൊരു പരിഹാരവും അവരുടെ കയ്യിലില്ല. യാതൊരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല. അറിയേണ്ട ആളുകളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, അവരൊക്കെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഒരു പലതരത്തിലുള്ള റെവലേഷൻസ് വരുന്ന ഘട്ടത്തിലാണ് മറ്റെല്ലാവരെയും പോലെ ആദ്യ നിലപാട് പുനഃപരിശോധിക്കാൻ തയ്യാറായത്. അപ്പോൾ നമ്മൾ സത്യസന്ധരായിരിക്കുക, അവരവരോട് സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ്. ഓരോ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അത് പറയുക, പിന്നീട് ചില ഘട്ടങ്ങളിൽ തിരുത്തേണ്ടതായിട്ട് വരും. ഇങ്ങനെ 1-2 ഉദാഹരണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, എന്നാലും അത് ഒരു എടുത്തുചാട്ടമാണല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഇടുക്കി ബിഷപ്പിനെ കുറിച്ച് ഒരു പരാമർശം നടത്തേണ്ടി വന്നത്. അത് പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇത്തരുണത്തിൽ കൂടുതൽ സൂക്ഷിക്കണ്ടേ? ഇടുക്കി ബിഷപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ അന്തസ്സത്ത ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. മത സമുദായ സംഘടനകൾ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അനഭിലഷണീയമായ രീതിയിൽ ഇടപെടുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഞാൻ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഉപയോഗിച്ച ഒരു വാക്കിനെ കുറിച്ചാണ് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സി വന്നത്. ആ വാക്ക് ഞാൻ പിൻവലിച്ചിട്ടുണ്ട്. കാരണം ആ വാക്കിനെ ചൊല്ലി എൻ്റെ വിമർശനത്തെ വഴിതിരിച്ചു വിടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടുകൂടി രാഷ്ട്രീയ എതിരാളികൾ നടത്തുമ്പോൾ അങ്ങനെ ആ വാക്കിനെ ചൊല്ലിപ്പിടിച്ച് അനാവശ്യമായി വിവാദം ഉണ്ടാക്കേണ്ട, ആ വാക്ക് പിൻവലിക്കുന്നു, ആ വിമർശനം കൂടുതൽ ശക്തിയായി ഉന്നയിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ നിലപാട്. പക്ഷേ അതൊരിക്കലും ഒരു പിൻവാങ്ങലല്ല, മറിച്ച് ഒരു എക്സ്പ്ലനേഷനാണ്. പക്ഷേ അത് പാർട്ടിക്കുണ്ടാക്കിയ, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാക്കിയ പ്രയാസം വളരെ വലുതാണല്ലോ. ഇല്ല, അങ്ങനെയുള്ള എന്താ പറയുക, ആളുകൾ പറയുന്നതൊന്നും കേട്ട് മുന്നോട്ട് പോകേണ്ട ഒരു പാർട്ടി അല്ല കോൺഗ്രസ്. പ്രത്യേകിച്ചും കോൺഗ്രസിലെ ചെറുപ്പക്കാരായിട്ടുള്ള നേതൃത്വമൊക്കെ എല്ലാ കാലത്തും, കോൺഗ്രസിൻ്റെ യഥാർത്ഥ പ്രതാപകാലത്ത് ഇത്തരത്തിലുള്ള മത നേതൃത്വത്തിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്ന നേതൃത്വമാണ് കോൺഗ്രസിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. താങ്കൾ നരേന്ദ്രമോദിയുടെയും പിണറായി വിജയൻ്റെയും അതിശക്തനായ വിമർശകനാണ്. വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരു സൈബർ ഹൂളിഗനിസവും ഉണ്ടല്ലോ. സ്വാഭാവികമായും താങ്കളൊരു ടാർഗറ്റ് ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും തൂക്കി നോക്കി ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടേണ്ടി വരില്ലേ? അങ്ങനെ തോന്നില്ല. ഞാൻ നരേന്ദ്രമോദിയെയോ പിണറായി വിജയനെയോ വിമർശിക്കുന്നത് അവരോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ടല്ലല്ലോ, മറിച്ച് അവരാണ് ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ, ഭരണകൂടത്തിൻ്റെ തലവന്മാർ എന്നുള്ള നിലയിൽ അവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ദൗത്യമാണ്. ആ അർത്ഥത്തിൽ അവർ വിമർശനാതീതരാണ് എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള തോന്നൽ ആർക്കെങ്കിലും ഉണ്ടായാൽ അത് ജനാധിപത്യത്തിൻ്റെ അന്ത്യമാണ്. താങ്കൾ ഒരു ലെഫ്റ്റ് ലിബറൽ സ്പേസിൽ നിൽക്കുന്ന ആളാണ്. താങ്കളുടെ തന്നെ ബ്രിഗേഡിൽപ്പെട്ട, അല്ലെങ്കിൽ താങ്കളുടെ ഒരുമിച്ച് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, മറ്റ് കോൺഗ്രസ് യുവ നേതാക്കളൊന്നും താങ്കളുടെ എക്സ്റ്റെൻറ്റിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയം പറയാറില്ല പൊതുവേദിയിൽ. അപ്പോൾ താങ്കൾ അതിൽ നിന്ന്
കുറച്ചൊന്ന് വ്യതിരിക്തനായി നിൽക്കുകയാണ്. അങ്ങനെ സ്വന്തം നിലയ്ക്കുള്ള ഒരു വ്യക്തിത്വം പാർട്ടിക്കതീതമായി സ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടോ? നമ്മൾ അങ്ങനെയൊക്കെ പാർട്ടിക്ക് അതീതമായ വ്യക്തിത്വം സ്ഥാപിക്കുക എന്നതൊന്നും നമ്മളെപ്പോലൊരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം അത് ചിന്തയ്ക്ക് തന്നെ അപ്പുറത്താണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്നതിൽ ഏതാണ്ട് ഒരു 90%, ചിലപ്പോൾ നമ്മുടെ വീക്ഷണങ്ങളുടെ വ്യത്യാസപ്രകാരം ചില ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളായിരിക്കാം, പക്ഷേ പൊതുവിൽ 90% ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തോടും നിലപാടുകളോടും ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. പാർട്ടിക്ക് അപ്പുറത്ത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ട് മുന്നോട്ട് വരേണ്ട താങ്കൾ പറഞ്ഞ ഒരു ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അതൊരു പാർട്ടിക്ക് അപ്പുറത്തൊരു വലിയ ബ്രോഡ് പ്ലാറ്റ്ഫോമായിട്ട് കോൺഗ്രസ് മാറണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. സംഘടനാപരമായി കോൺഗ്രസിൽ പുറത്തു നിൽക്കുന്ന ആളുകളും ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ഈ ഐഡിയോളജി ഷെയർ ചെയ്യാൻ തയ്യാറാവണം. കാരണം ആ നിലയിലുള്ള ഒരു ബദൽ ഐഡിയോളജിയാണ് അപ്പുറത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് കൂടുതൽ ഒരു ലിബറൽ ഇന്ത്യൻ ലെഫ്റ്റ് ആവണം എന്നുള്ളതാണ്. അതെ, അതൊരു ആഗ്രഹ പ്രകടനമാണ്. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു അയഞ്ഞ കൂട്ടായ്മയാണ്. അതിൽ പല ഐഡിയോളജിയും, അത് ഒരല്പം വലത്തോട്ട് ചാഞ്ഞവരുണ്ടാകാം, ഇടത്തോട്ട് ചാഞ്ഞവരുണ്ടാകാം, അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അവിടെ നിന്ന് താങ്കളുടെ അഭിപ്രായം ഇങ്ങനെ പറയുമ്പോൾ അതിന് എല്ലാ കാലത്തും സംഘടനാ ചട്ടക്കൂടിൻ്റെ സംരക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. ഞങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് അങ്ങനെ സംഘടനയ്ക്ക് വളരെ നിയതമായിട്ടുള്ളൊരു ചട്ടക്കൂട് ഉള്ളൊരു സംഘടനയല്ല, അങ്ങനെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയല്ല. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഒരു സെൻട്രിസ്റ്റ് പൊസിഷനാണ് ഇന്ത്യൻ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ എപ്പോഴും കോൺഗ്രസ് ഓക്യുപ്പൈ ചെയ്തിരുന്നത്. അതെ, നമുക്കതിനെ താത്വികമായി അങ്ങനെ വിശദീകരിക്കാം. പക്ഷേ എങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധാരണ നിലയിൽ നേതാക്കളുടെ ഇഷ്ടം വേണം. ഒരു ഗോവണിപ്പടിയിൽ നിന്ന് മുകളിലേക്ക് കയറി പോകണമെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം കൂടി ഉണ്ട്. ഗോഡ് ഫാദർ ഇല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എത്ര വരെ കയറി പോകാനാകുമെന്ന ആശങ്കയില്ലേ? ഗോഡ് ഫാദർമാർ എനിക്ക് ഉണ്ടായിട്ടില്ല. ആ അർത്ഥത്തിൽ ഈ പറയുന്ന നമ്മളെ ലിഫ്റ്റ് ചെയ്ത് ഏതെങ്കിലും പർട്ടിക്കുലർ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഗോഡ് ഫാദർമാർ ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില അന്തരീക്ഷങ്ങൾ സ്വാഭാവികമായി തന്നെ കോൺഗ്രസ്സിൽ ഇവിടെയും ദേശീയ തലത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആളുകൾ ഏതാണ്ട് ബോധവാന്മാരാണ്. കോൺഗ്രസ് ലീഡർഷിപ്പ് തന്നെ ഇപ്പോൾ റിയലൈസ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഗോഡ് ഫാദർമാരുടെയോ ഗ്രൂപ്പ് മാനേജർമാരുടെയോ പാർട്ടിയായിട്ട് നിലനിൽക്കരുത്. അത് കുറേ കൂടി വിശാലമാവണം. പരമാവധി ആളുകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യണം. ചെറുപ്പക്കാരുടെ ഒരു ജനറേഷനെ അട്രാക്റ്റ് ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു പഴയ കാലത്തെ കോൺഗ്രസ്സിലായിരുന്നു എന്നുണ്ടെങ്കിൽ താങ്കളുടെ ചോദ്യം പ്രസക്തമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടേതായിട്ടുള്ളൊരു പൊളിറ്റിക്സ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ആരെയും കാത്തു നിൽക്കാതെ, ആരുടെയും സ്പോൺസർഷിപ്പിന് വേണ്ടി കാത്തു നിൽക്കാതെ പുതിയ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് രൂപപ്പെടുത്തുക എന്നുള്ളതും 21ാം നൂറ്റാണ്ടിലെ കോൺഗ്രസ്സിനെ പുനഃസൃഷ്ടിക്കുക എന്നുള്ളതുമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ദൗത്യം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.